വെൽക്കം ടു CK മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പുതിയ സംഭവം കൂടി കഴിഞ്ഞപ്പോഴേക്കും ബോക്സുവിൻ്റെ ഹീറോയ് പരിവേഷം ഒന്നുകൂടി കൂടിയിരിക്കുകയാണ്. സ്കൂളിൽ കുട്ടികൾ അവനെ പുകഴ്ത്തി പറയുന്നത് കേട്ടുകൊണ്ട് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന ബോക്സുവിനെതിരായുള്ള അച്ചടക്ക നടപടിയുടെ നോട്ടീസും വായിച്ച് സേഹോ നിൽക്കുമ്പോഴാണ് ബോക്സു അവിടേക്ക് വരുന്നത്. നിന്നെക്കുറിച്ച് ആളുകൾ എപ്പോഴും നല്ലത് മാത്രം പറയുന്നത് എന്താണെന്ന് ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു എന്ന് സേഹോ പറഞ്ഞപ്പോൾ, എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തി ഈ സ്കൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഗ്രേഡ് അനുസരിച്ച് കുട്ടികളെ വേർതിരിച്ച് നീ എന്തിനാണ് കാണിക്കുന്നത്? ഗ്ലാസ് ബൂത്തിനുള്ളിൽ ശ്വാസം മുട്ടിയിരുന്നാണ് കുട്ടികൾ പഠിക്കുന്നത്. നിങ്ങളുടെ ഈ തരംതിരിവ് കാരണം അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. വൈൽഡ് ഫ്ലവർ ക്ലാസ് എന്നെ ഉദ്ദേശിച്ചാണ് നീ ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയാണ്? നിൻ്റെ അമ്മയുടെ രീതികൾ കാരണം അവരോട് നിനക്ക് വെറുപ്പാണ് എന്ന് മുമ്പ് നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നിൻ്റെ അമ്മയിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല നീ എന്നൊക്കെ ബോക്സു അവനോട് പറയുന്നു. ഞാൻ എൻ്റെ അമ്മയെപ്പോലെയല്ല. വൈൽഡ് ഫ്ലവർ ക്ലാസ് ഞാൻ ഉണ്ടാക്കിയത് ആ കുട്ടികളെ കൂടുതൽ കെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഈ സ്കൂളിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. നീ ഇപ്പോൾ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞവൻ അവിടെ നിന്ന് പോകുന്നു. ബോക്സിൻ്റെ പ്രവൃത്തി കാരണം IV ക്ലാസ്സിലും മറ്റുള്ള കുട്ടികളുടെ പേരൻസ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളിലേക്ക് മാറിയും തിരിഞ്ഞ് ഫോൺ വിളിക്കുകയാണ്. അവൻ സോജിയോവിൻ്റെ സ്റ്റുഡൻ്റ് ആയതിനാൽ അതിനെക്കുറിച്ച് ടീച്ചർമാർ അവളോട് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാനേജർ വിളിക്കുന്നുവെന്ന് വൈസ് പ്രിൻസിപ്പൽ അവളെ അറിയിക്കുന്നത്. ആ സമയത്ത് തന്നെ സേഹോയുടെ അമ്മയും അവിടെ എത്തിയിരുന്നു. അവരെ കണ്ടത് സേഹോയുടെ മുന്നിലിരുന്ന സാറന്മാർ എഴുന്നേറ്റ് ഓടിച്ചെന്ന് അവർക്ക് മുന്നിൽ വിനയത്തോടെ നിൽക്കുന്നു. ഇന്നലെ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ആരും എനിക്ക് റിപ്പോർട്ട് നൽകാത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ച് അവരെ വഴക്ക് പറഞ്ഞിട്ട് അവർ സേഹോ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുന്നു. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും തയ്യാറാകാതെ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അമ്മ എന്താ മുൻകൂട്ടിയൊന്നും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്നവൻ ചോദിക്കുന്നു. എൻ്റെ സ്കൂളിലേക്ക് വരുന്നതിന് ഞാൻ ആരോടെങ്കിലും അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവർ ഗൗരവത്തിൽ ചോദിക്കുന്നത് കേട്ട് അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റ് സീറ്റ് അമ്മയ്ക്ക് നൽകുന്നു. അവർ ഇരുന്ന് കഴിഞ്ഞപ്പോൾ സാറന്മാരും വന്നിരിക്കുന്നു. അപ്പോഴേക്കും സോജിയോങ്ങും അവിടെ എത്തുന്നു. ബോക്സുവിൻ്റെ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ടാണ് അവളെ വിളിപ്പിച്ചത് എന്ന് സേഹോ അമ്മയെ അറിയിക്കുന്നു. ബോക്സു തകർത്തത് വെറും ഒരു ഗ്ലാസ് ബൂത്ത് ആണെങ്കിലും ഈ സ്കൂളിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രതീകമാണ് അവൻ തകർത്തത്. ഇത്ര സിമ്പിളായി അതിന് കഴിയുമെന്ന് ഒരു ധാരണ മറ്റു കുട്ടികളിൽ ഉണ്ടായാൽ ഈ വേർതിരിവ് സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് കാര്യങ്ങൾ വഷളാകുന്നതിന് മുമ്പ് അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്ന് അവർ പറയുന്നു. പ്രിൻസിപ്പാൾമാർ അതിനോട് ചോദിച്ചെങ്കിലും കൂടെ ഉണ്ടായിരുന്ന മറ്റേ അധ്യാപകൻ, പത്രക്കാർ ഇപ്പോഴും ബോക്സിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് അത്ര എളുപ്പത്തിൽ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. ബോക്സുവിൻ്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ സോജിയോങ്ങിൻ്റെ അഭിപ്രായം എന്താണെന്ന് സേഹോ അവളോട് ചോദിക്കുന്നു. ബോക്സു ചെയ്തത് ശരിയാണ് എന്ന തോന്നലുണ്ടായിരുന്നതിനാൽ മറുപടി ഒന്നും പറയാൻ കഴിയാതെ സോജിയോങ് ഒരു നിമിഷം ചിന്തിച്ച് നിൽക്കുന്നു. ടീച്ചർ ഇവിടെ നിന്ന് ഉറങ്ങുകയാണെന്ന് വൈസ് പ്രിൻസിപ്പൽ ചോദിച്ചപ്പോൾ അവൾ പെട്ടെന്ന് ചിന്തയിൽ നിന്ന് ഉണർന്ന് മാനേജർ പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു എന്നറിയിക്കുന്നു. ഗ്ലാസ് ബൂത്ത് തല്ലി തകർത്തതിന് ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും കൂടി ബോക്സുവിനെ കൈയടിച്ച് അഭിനന്ദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സോജിയോങ് ക്ലാസ്സിലെത്തി കുട്ടികൾ ഇങ്ങനെ അപകടകരമായ കാര്യങ്ങളൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട് എന്ന് ബോക്സുവിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ എല്ലാവരോടുമായി പറയുന്നത്. ബോക്സുവിന് ഇനി എന്ത് സംഭവിക്കുമെന്ന് ഇൻഹോ അവളോട് ചോദിക്കുന്നു. ഗ്ലാസ് പൊട്ടിച്ചതിൻ്റെ നഷ്ടപരിഹാരം നമുക്കെല്ലാം കൂടി കൊടുത്താൽ പോരെ, ഞാൻ 100 രൂപ ഇടാം എന്നൊരു പെൺകുട്ടി പറയുന്നു. നീ ആദ്യം എൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ 10 രൂപ തിരികെ തരാൻ പറഞ്ഞ് മറ്റൊരു കുട്ടി അവളെ കളിയാക്കുന്നുണ്ട്. അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനാണ് സാധ്യത എന്ന് ഗുണ്ടാത്തലവൻ പയ്യൻ പറഞ്ഞപ്പോൾ, ഞാൻ മുമ്പൊരു വാതിൽ പൊട്ടിച്ചപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം നൽകാൻ ആവശ്യപ്പെട്ടതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മറ്റൊരു കുട്ടി പറഞ്ഞപ്പോൾ, ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഗ്ലാസ് ബൂത്ത് സ്കൂളിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പ്രതീകമായതിനാൽ അത് പൊട്ടിച്ചത് നിസ്സാരമല്ല. അവനെ പുറത്താക്കാൻ തന്നെയാണ് സാധ്യത എന്ന് അവൻ വീണ്ടും പറയുന്നു. ശരിയാണോ ടീച്ചർ എന്ന് കുട്ടികൾ സോജിയോയോട് ചോദിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ടീച്ചറിന് തോന്നുന്നുണ്ടോ എന്ന് ബോക്സു അവളോട് ചോദിക്കുന്നു. ഒരാൾ അതിനുള്ളിൽ ഇരുന്നപ്പോൾ നീ അങ്ങനെ ചെയ്ത് ശരിയാണെന്നാണോ നീ വിശ്വസിക്കുന്നത് എന്ന് തിരിച്ച് ബോക്സിനോട് ചോദിക്കുന്നു. ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു? യൂമിൻ ആരുടെയെങ്കിലും സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിനുള്ളിൽ ഇരുന്നത് ടീച്ചറും കണ്ടതല്ലേ, ഞാൻ അവനെ അവിടെ തനിച്ചാക്കി പോകണമായിരുന്നു എന്ന് ബോക്സ് ചോദിക്കുന്നു. നീ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഉറപ്പായും അവനെ സഹായിക്കുമായിരുന്നു എന്ന് അവൾ പറയുന്നു. ഇവിടെയുള്ളവരെല്ലാം ഒരേപോലത്തെ സ്റ്റുഡൻസ് ആണ്, അങ്ങനെയുള്ള സാധനങ്ങൾ നശിക്കപ്പെടുക തന്നെ വേണം എന്ന് ബോക്സ് പറഞ്ഞപ്പോൾ മറ്റു കുട്ടികളും അത് ശരിയാണെന്നുള്ള രീതിയിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഗുണ്ടാപ്പയ്യൻ മാത്രം നിങ്ങൾക്കൊക്കെ ഇതെന്ത് വട്ടാണ്, നമ്മൾ IV ക്ലാസ്സിലെ കുട്ടികൾക്ക് ചവിട്ടി കളിക്കാൻ വേണ്ടി മാത്രമുള്ളവരാണ് എന്ന് പറയുന്നു. അത് കേട്ടതും അവൾ പെട്ടെന്ന്, ആര് പറഞ്ഞു എല്ലാ കുട്ടികളും ഒരേപോലെയാണ്, ആർക്കും ഒരു പ്രത്യേകതയുമില്ല എന്ന് പറയുന്നു. കുട്ടികളെല്ലാം അത് കേട്ട് അവളെ അഭിനന്ദിച്ചുകൊണ്ട് ബഹളം വയ്ക്കുന്നുണ്ട്. മിസ്റ്റർ പാർക്ക് അച്ചടക്ക കമ്മിറ്റിയുടെ വിവരം പറഞ്ഞ് എന്നെ ഹെഡ് ടീച്ചറായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കിയത് എന്താണെന്ന് ചോദിച്ച് വൈസ് പ്രിൻസിപ്പലിന് അരികിൽ ചെല്ലുന്നു. സാറിന് ബോക്സുമായുള്ള സ്പെഷ്യൽ റിലേഷൻ കണക്കിലെടുത്താണ് ഒഴിവാക്കിയത്, എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണത് എന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ട് പുറത്തിറങ്ങുന്ന അദ്ദേഹം ബോക്സിനെ വീണ്ടും സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പ്രിൻസിപ്പലിനോട് പരാതി പറയാനായി ചെല്ലുന്നു. അവിടെ അപ്പോഴും മാനേജറും മറ്റും ഉണ്ടായിരുന്നു. മിസ്റ്റർ പാർക്ക് ബോക്സിന് വേണ്ടി വാദിച്ചു നോക്കിയെങ്കിലും അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കാൻ മാനേജർ നിർദ്ദേശം നൽകുന്നു. അച്ചടക്ക കമ്മിറ്റിക്ക് മുന്നിലേക്ക് വിളിക്കപ്പെട്ടു. അവൻ തനിച്ചു വരുന്നത് കണ്ട് പേരൻ്റ് എവിടെയെന്ന് അവർ അന്വേഷിച്ചപ്പോൾ, ഞാൻ മുതിർന്ന ഒരാളല്ലേ, പേരൻ്റെ ആവശ്യം എന്താണ്, എൻ്റെ ഗാർഡിയൻ ഞാൻ തന്നെയാണ് എന്ന് അവൻ പറയുന്നു. സോജിയോങ്ങും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്കിതൊരു തമാശയാണോ തോന്നുന്നത് എന്ന് വൈസ് പ്രിൻസിപ്പൽ അവനോട് ചോദിക്കുന്നു. മറുപടി ഇല്ലാതെ അവൻ തപ്പിപ്പുറകെ നിൽക്കുന്നതിനിടയിൽ ബോക്സിൻ്റെ പേരൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ചേച്ചി വലിയ സ്റ്റൈലിൽ അവിടേക്ക് കയറി വരുന്നു. ഒരു ടീച്ചർ അവരോട് ബോക്സിൻ്റെ അമ്മയാണോ എന്ന് ചോദിച്ചപ്പോൾ
ഞാൻ അവൻ്റെ ചേച്ചിയാണ്. നിങ്ങൾക്ക് എങ്ങനെ അമ്മയാണെന്ന് ചോദിക്കാൻ തോന്നി. അവൻ്റെ അമ്മ ഈ വിവരം ഇതുവരെ അറിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നവർ പറയുന്നു. ഗ്ലാസ് ബൂത്ത് പൊട്ടിച്ചത് തെറ്റാണെങ്കിലും അതിനുള്ളിൽ ഇരുന്ന കുട്ടിയെ അവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി അവൻ ചെയ്തത് തെറ്റാണെങ്കിൽ തന്നെ ഞാൻ അവന് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. അവന് വേണ്ടി ഒരവസരം കൂടി നൽകണം എന്നൊക്കെ പറഞ്ഞ് അവർ ക്ഷമ ചോദിച്ചെങ്കിലും നിങ്ങളുടെ അനിയനും നേർവഴി കാണിച്ച് അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ ഇത് നഴ്സറി സ്കൂളല്ല എന്ന് ഒരു PT ഒക്കെ പറയുന്നു. നിങ്ങളും ഒരു പേരൻ്റ് അല്ലേ, നിങ്ങളിങ്ങനെ പെരുമാറുന്നത് ശരിയല്ല. നിങ്ങളുടെ മകൻ നിങ്ങളെ കണ്ട് പഠിക്കുമെന്ന് പറഞ്ഞവൾ അവൾക്ക് നേരെ തിരിയുന്നു. ബോക്സു ചേച്ചിയെ ബലമായി പിടിച്ചു നിർത്തിയിട്ട് അവർക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് ക്ഷമ ചോദിക്കുന്നു. ഇനി ബാക്കി ഞാൻ നോക്കിക്കോളാം ചേച്ചി, വീട്ടിലേക്ക് പോയിക്കോളാൻ അവൻ പതുക്കെ അവളോട് പറയുന്നു. അവളോട് പുറത്തു നിൽക്കാൻ വൈസ് പ്രിൻസിപ്പളും ആവശ്യപ്പെടുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് ബോക്സിന് സ്വയം ബോധ്യം വന്നത് നന്നായി എന്ന് വൈസ് പ്രിൻസിപ്പൾ അവനോട് പറയുന്നു. അവൻ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ഞാൻ സ്കൂളിലെ പ്രോപ്പർട്ടി നശിപ്പിച്ചത് തെറ്റാണെന്ന് ഒഴിച്ചാൽ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും കാണാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ചെയ്തത് ശരിയാണ്. എങ്ങും പുഞ്ചിരിച്ചത് നിങ്ങളും കണ്ടതല്ലേ എന്ന് അവൻ പറയുന്നു. അവൻ്റെ വാദം കേട്ട് പ്രിൻസിപ്പലും മറ്റ് പേരൻസും എല്ലാം ഒരേപോലെ ദേഷ്യപ്പെടുന്നു. അവനെ പുറത്താക്കാൻ പേരൻസ് ആവശ്യപ്പെട്ടപ്പോൾ ക്ലാസ് ടീച്ചറിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൽ സോജിയോങ്ങിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. കുറച്ചുനേരം സംശയിച്ചിരുന്നെങ്കിലും അവസാനം അവൾ എഴുന്നേറ്റ് ഈ സ്കൂൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ സ്റ്റുഡൻ്റാണ് ബോക്സു എന്ന് പറയുന്നു. പ്രിൻസിപ്പൽ അത് കേട്ട് സന്തോഷത്തോടെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് ടീച്ചറും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തുടർ നടപടികളിലേക്ക് കടക്കാം എന്ന് പറയുന്നു. സോജിയോങ് അപ്പോൾ വീണ്ടും അങ്ങനെയാണെങ്കിലും അവൻ ആകെ ചെയ്തത് സ്കൂൾ പ്രോപ്പർട്ടി നശിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് നൽകാവുന്ന പരമാവധി ശിക്ഷ വോളണ്ടിയർ വർക്കാണ്, പുറത്താക്കലല്ല എന്നവൾ പറയുന്നു. ഒരു പേരൻ്റ് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധം അറിയിച്ചപ്പോൾ അവൻ അപകടകാരിയായ സ്റ്റുഡൻ്റ് ആണെങ്കിലും അവന് ധാരാളം ഈ സ്കൂളിൽ നിന്ന് പഠിക്കാനുണ്ട്. ഓരോ തവണ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അവരെ പുറത്താക്കാൻ തുടങ്ങിയാൽ പിന്നെ ഈ സ്കൂളിൽ കുട്ടികളൊന്നും ബാക്കി കാണില്ല എന്നവൾ പറയുന്നു. അവൻ സ്റ്റുഡൻ്റ് അല്ല, അവൻ 27 വയസ്സുണ്ട് എന്ന് മറ്റൊരു പേരൻ്റ് പറഞ്ഞപ്പോൾ സ്കൂളിലായിരിക്കുമ്പോൾ അവൻ സ്റ്റുഡൻ്റ് തന്നെയാണ് എന്നവൾ പറയുന്നു. ഇവനെപ്പോലെ അപകടകാരികളായ സ്റ്റുഡൻസിനെ സംരക്ഷിക്കുന്നതിന് പകരം കൂടുതൽ മൂല്യമുള്ള സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ആ പേരൻ്റ് ചോദിച്ചപ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് ബോക്സ് ഒരു ഭീഷണിയാകാതെ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം എന്നവൾ പറയുന്നു. ആരാണ് ശ്രദ്ധിക്കാൻ പോകുന്നത്? ഒരു ഫുൾ ടൈം ടീച്ചറായി സെലക്ട് ചെയ്യപ്പെട്ടിട്ട് അധിക ദിവസമായിട്ടില്ലാത്ത ടീച്ചറാണോ എന്നവർ കളിയാക്കി ചോദിക്കുന്നു. ബോക്സിൻ്റെ ഉത്തരവാദിത്തം ടീച്ചറാണോ എന്നവർ കളിയാക്കി ചോദിക്കുന്നു. ബോക്സിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്നവൾ പറയുന്നു. എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കുന്നുണ്ട്. ബോക്സു ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ ടീച്ചറിൻ്റെ ഫുൾ ടൈം ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാണോ, അല്ലെങ്കിൽ ഞങ്ങൾ പണിഷ്മെൻറ്റുമായി മുന്നോട്ട് പോകും എന്നവർ പറയുന്നു. ഞാൻ തയ്യാറാണ് എന്നവൾ സമ്മതിക്കുന്നു. നല്ല ബോധത്തോടെ തന്നെയാണോ ഈ പറയുന്നത് എന്നവർ ചോദിച്ചപ്പോൾ എനിക്ക് ഒരുപാട് അറിവുള്ള ഒരു ടീച്ചർ അല്ലെങ്കിലും കുട്ടികളെല്ലാം ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടവരാണെന്നും ചില ടോപ്പ് ലെവൽ സ്റ്റുഡൻസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തട്ടിക്കളിക്കാനുള്ളതല്ല അവരുടെ ജീവിതം എന്ന തിരിച്ചറിവ് എനിക്കുണ്ടെന്നും അവൾ പറയുന്നു. ഞാൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് അവർ ചോദിച്ചപ്പോൾ നിങ്ങൾ ചേമിൻ്റെ അമ്മയാണെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേ എൻ്റെ മുന്നിൽ ചേമിനും ബോക്സുവിനും ഞാൻ ഒരേപോലെ സംരക്ഷിക്കേണ്ട 2 സ്റ്റുഡൻസ് മാത്രമാണ് എന്നവൾ പറയുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഈ ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ. കമ്മിറ്റിയുടെ തീരുമാനമായി ഞങ്ങളിത് മാനേജറെ അറിയിച്ചു കൊള്ളാം, പക്ഷേ ഉത്തരവാദിത്തം ഏറ്റെടുക്കാമെന്ന് ടീച്ചർ പറഞ്ഞത് നല്ലപോലെ ഓർമ്മയുണ്ടായിരിക്കണം എന്ന് ആ പേരൻ്റ് ഒന്നുകൂടി പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും പോകുന്നു. അവർ പോയി കഴിയുമ്പോൾ പ്രിൻസിപ്പാലും മറ്റ് ടീച്ചർമാരും ഇങ്ങനൊരു നിലപാടെടുത്തതിന് സോജിയോങ്ങിനെ കുറ്റപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. അത്ര നേരം സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം ചോർന്നു പോയതുപോലെ അവൾ കസേരയിലേക്ക് തളർന്നിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ബോക്സ് അവളോട് എനിക്ക് വേണ്ടി നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഇടപെട്ടത്, നിൻ്റെ ജോലി റിസ്ക്കിലാക്കിയത്, നിൻ്റെ കാര്യത്തിൽ നീ ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നു. നിനക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. ഒരു ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എൻ്റെ ജോലിയെക്കുറിച്ച് ഓർത്ത് നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇനി കുഴപ്പമൊന്നും ഉണ്ടാക്കാത്ത നല്ല കുട്ടിയെ ഇരിക്കാൻ നോക്കാൻ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സേഹ അവളെ ഓഫീസിൽ വിളിച്ചിരുത്തി നീ എന്തിനാണ് ഇങ്ങനെ ഒരു നിലപാടെടുത്തത്? PTA പ്രസിഡന്റിന് സ്കൂളിൽ നല്ല പവറുള്ള കൂട്ടത്തിലാണ്. ബോക്സിന് വേണ്ടി നീ ഇത്ര റിസ്ക് എടുക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. എൻ്റെ കാര്യത്തിൽ സാർ എന്തിനാണ് ഇത്ര ആകാംക്ഷ കാണിക്കുന്നത് എന്ന് അവൾ ചോദിച്ചപ്പോൾ അവന് മറുപടി കിട്ടുന്നില്ല. ബെല്ലടിക്കാൻ സമയമായി, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. എല്ലാവരുടെയും മുന്നിൽ വളരെ കൂളായി നിന്നെങ്കിലും തനിച്ചായപ്പോൾ സോജിയോങ് ബാത്റൂമിനുള്ളിൽ കയറി നിന്ന് മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ച് ഉച്ചത്തിൽ അലർക്കൊണ്ട് എനിക്കിത് എന്തിൻ്റെ വട്ടാണ്, ഞാനിവിടെ ഫുൾ ടൈം ടീച്ചറായിട്ട് വളരെ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ, എന്നിട്ടും എനിക്കിങ്ങനെ ചാടിക്കയറി റിസ്ക് എടുക്കാൻ തോന്നി എന്നൊക്കെ പറയുന്നുണ്ട്. കുറേ നേരം കലി തീർത്ത ശേഷം അവൾ വീണ്ടും നല്ല കുട്ടിയായി പുറത്തിറങ്ങുന്നു. ബോക്സിൻ്റെ ചേച്ചി ഇൻഹോയ്ക്ക് കൂടുതൽ മിടുക്കനും ബുദ്ധിമാനുമൊക്കെ ആകാൻ വേണ്ടി ടോണിക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബോക്സ് അവിടെ കയറി ചെല്ലുന്നത്. അവനെ കണ്ടതും ചേച്ചി അതെടുത്ത് ഒളിപ്പിക്കാൻ നോക്കുന്നു. എനിക്ക് വേണ്ട, ഇങ്ങനെ തെണ്ടിത്തരം കാണിക്കാതെ എന്നവൻ ചേച്ചിയോട് പറയുന്നു. നിനക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ എനർജി അല്ലേ, അതിൻ്റെ കൂടി നീ ടോണിക്കും കൂടി കഴിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ച് ഇൻഹോ അവൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ബോക്സു എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറഞ്ഞവനെ ഇടിക്കാൻ ചെല്ലുന്നു. എൻ്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് ചേച്ചി അവൻ്റെ അരികിലേക്ക് വന്ന് ഇൻഹോയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ടോണിക്കിൻ്റെ 3 കവർ ബോക്സിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നു. ബോക്സ് ചിരിയോടെ അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട് സ്കൂളിൽ വന്നതിന് അവൾക്ക് നന്ദി പറയുന്നു. ഇനിയെങ്കിലും കുഴപ്പമുണ്ടാക്കാത്ത പഠിത്തം പൂർത്തിയാക്കാൻ നോക്ക്. ഞാൻ ജോലി ചെയ്ത് കുറേ കാശുണ്ടാക്കി നിനക്ക് പഠിക്കാൻ സഹായമാകുന്ന കുറേ ടോണിക്കൊക്കെ വാങ്ങി നൽകാം എന്ന് പറഞ്ഞിട്ട് മോനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. ബോക്സിൻ്റെ അമ്മ പുറത്തെവിടെ പോയിട്ട് അവിടേക്ക് കയറി വരുന്നു. തൊട്ടുപുറകെ തന്നെ മിസ്റ്റർ പാർക്കും ബോക്സിനെ തിരക്കി അവിടെ എത്തുന്നു.
അദ്ദേഹം അവൻ്റെ തോളിൽ അടി കൊടുത്തുകൊണ്ട് നീ കാരണം ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയാമോ, എന്നിട്ട് നീ എന്നെ കാണുക പോലും ചെയ്യാതെ ഇങ്ങ് പോന്നല്ലോ എന്ന് പറയുന്നു. അവൻ്റെ അമ്മ അപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഞാൻ എൻ്റെ കൂപ്പൺ ഉപയോഗിക്കാൻ വന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ 8 മണിക്ക് ശേഷം അത് ഉപയോഗിക്കാൻ കഴിയില്ല, ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തല്ലോ, ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ പുറത്ത് പോയി കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് ബോക്സു അദ്ദേഹത്തെയും പിടിച്ച് വലിച്ച് പുറത്തേക്ക് പോകുന്നു. ഒരു വൈൻ ഷോപ്പിലേക്കാണ് രണ്ടുപേരും കൂടി പോയത്. ഇന്ന് എന്തായി തീരുമെന്നോർത്ത് എനിക്കാകെ ടെൻഷനായിരുന്നു. എന്തായാലും പ്രശ്നം സോൾവ് ആയല്ലോ, സോജിയോങ്ങിനാണ് നീ നന്ദി പറയേണ്ടത് എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞപ്പോൾ എന്നെ സഹായിക്കാൻ ഞാൻ അവളോട് പറഞ്ഞില്ലല്ലോ, അവൾ എന്തിനാണ് ഇടയിൽ കയറി അവളുടെ ജോലി റിസ്കിലാക്കിയത് എന്ന് അവൻ ചോദിക്കുന്നു. നിന്നെപ്പോലെ ഒരുത്തൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് മാത്രം നിന്നെ അവൾ സപ്പോർട്ട് ചെയ്തത്, അവൾ നല്ലൊരു ടീച്ചറായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് സാർ അവനെ വഴക്ക് പറയുന്നു. അവൾ എന്തിനായിരിക്കും എന്നെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നവൻ പറഞ്ഞപ്പോൾ നിനക്കിപ്പോഴും അവളോട് പഴയ ഇഷ്ടം ബാക്കിയുണ്ടോ എന്ന് സാർ അവനെ കളിയാക്കി ചോദിക്കുന്നു. ആദ്യം അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നിഷേധിച്ചെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും എന്നവൻ സമ്മതിക്കുന്നുണ്ട്. അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് എനിക്കൊരു പിടിയുമില്ല, പക്ഷേ ഒരു ടീച്ചർ എന്ന നിലയിൽ അവൾ ചെയ്തത് വളരെ ശരിയാണ്. എന്തായാലും ഇനി മുതൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ വിധി തന്നെ ആയിരിക്കും. നീ ഒരു കുഴിയിൽ വീണാൽ അവളും അതിലേക്ക് വീഴും, അതുകൊണ്ട് ഇനി മുതൽ നീ കുറച്ചുകൂടി നന്നായി ശ്രദ്ധിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. അവനും അത് ശരിയാണെന്നുള്ള രീതിയിൽ തലകുലുക്കുന്നുണ്ട്. അപ്പോഴേക്കും സാർ കൂർക്കം വലിച്ച് ഉറങ്ങാൻ തുടങ്ങിയത് കണ്ട് ബോക്സ് തലയിൽ കൈവച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ശീലമുള്ള കാര്യം ഞാൻ മറന്നുപോയല്ലോ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞയച്ച ശേഷം അവൻ ലീജിയോങ്ങിനെ പുറത്തേക്ക് വിളിച്ചു വരുത്തി സ്കൂളിലെ കാര്യം പറയുന്നു. സോജിയോങ് ജോലി വരെ റിസ്കിലാക്കി അവനെ സപ്പോർട്ട് ചെയ്തു എന്ന് കേട്ടപ്പോൾ അവൾക്ക് ഇപ്പോഴും നിന്നോട് ഫീലിങ്സ് ഉണ്ടോ എന്ന് ലീജിയോങ് ചോദിക്കുന്നു. എനിക്കും അതുതന്നെയാണ് മനസ്സിലാവാത്തത് എന്ന് പറഞ്ഞ് ബോക്സ് ചിന്തിച്ചിരിക്കുമ്പോൾ ഇത് പറയാനാണോ ഈ തണുപ്പത്ത് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, ഇത് ഫോണിലൂടെ പറയാനേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ലീജിയോങ് പതുക്കെ എഴുന്നേറ്റ് പോകുന്നു. സോജിയോങ്ങിന് തന്നെ ഇപ്പോഴും ഇഷ്ടമായിരിക്കുമോ എന്ന് ചിന്തിച്ച് ബോക്സുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിട്ടിരുന്നുണ്ട്. സ്ഥലകാലബോധം വന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ലീജിയോങ് എഴുന്നേറ്റ് പോയ വിവരം അവൻ അറിയുന്നത്. ഞാനും വരുന്നു എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവൻ്റെ പുറകിന് ഓടുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.